ഹരി ഓം. യഥാർത്ഥ ഭക്തി എങ്ങനെയാ വളർത്തിയെടുക്കാറുന്ന? യഥാർത്ഥ ഭക്തനാവണമെങ്കിൽ അത് ഈശ്വരൻ തന്നെ വിചാരിക്കണം. യഥാർത്ഥ ഭക്തനെ നമ്മുടെ ഉള്ളിൽ ഒരുപാട് മോഹങ്ങളുണ്ട്. മോഹങ്ങളോട് കൂടിയാണ് നമ്മൾ ഓരോ ക്ഷേത്രങ്ങളിൽ പോകുന്നതും നമ്മൾ പാരായണം ചെയ്യുന്നതും സാധന ചെയ്യണതും ഒക്കെ ഓരോ മോഹങ്ങൾ വെച്ചിട്ടാണ്. മോഹങ്ങളോട് കൂടിയ ഭക്തി അത് പോയിട്ട് മോഹമില്ലാത്ത ഭക്തിയായിട്ട് മാറണം. കാമഭക്തി നിഷ്കാമ ഭക്തിയായിട്ട് മാറണം. അതെങ്ങനെ വളരാറുന്ന? ഈശ്വരൻ തന്നെ. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവജന്മാർഗമായ വാസനകൾ അല്ലെങ്കിൽ പൂർവജന്മാർഗമായ പ്രാരാബ്ദം എപ്പോൾ തീരണോ അപ്പോൾ നമുക്ക് യഥാർത്ഥ ഭക്തിയായിട്ട് മാറാം. യഥാർത്ഥ ഭക്തി പറഞ്ഞാൽ ഇപ്പൊ ശബരിക്ക് രാമനോടുള്ള ഭക്തി എന്നൊക്കെ പറയാം. രാമനെ കാത്തിട്ടായിരുന്നത്. രാമനെ കാത്തിരുന്ന ശബരി കഴിച്ച മാമ്പഴത്തിന്റെ ഇതൊക്കെയാണ് കടിച്ചിട്ട് നല്ലതാണോ നന്നല്ലാത്തതാണോ നോക്കാതെയൊക്കെ കൊടുത്തത്. അതുപോലെ കീറ തുണി എങ്ങനെയൊക്കെയോ കീറ തുണിയിലൊക്കെ പൊതിഞ്ഞെടുത്തത് കുചേലൻ. ഭാര്യ അവിടെ ഇവിടെയൊക്കെ പോയി ഇറന്നിട്ട് അവല് നെല്ല് മേടിച്ച് കുത്തി അവലാക്കി മാറ്റി അതിന്റെ മുഷിഞ്ഞ ഉത്തരീയത്തിലൊക്കെ കെട്ടിക്കൊണ്ടുപോയ ഉത്തരീയത്തിലുള്ള ആ ഇത് എങ്ങനെ കൊടുക്കുന്നു വിചാരിച്ചിരിക്കുമ്പോൾ ഭഗവാൻ എടുത്തത് അവലെടുത്തത് അതൊക്കെ നല്ലൊരു ഭക്തിയാണ്. ശുദ്ധമായ ഭക്തി എങ്ങനെ ഉണ്ടാക്കിയെടുക്കണം എന്ന് പറഞ്ഞാൽ, ശുദ്ധമായ എങ്ങനെ ഭക്തി ഉണ്ടാക്കിയെടുക്കുക പറഞ്ഞാൽ നമുക്കതൊരു പൂർവജന്മാറിയതായിട്ട് വരേണ്ടതാണ്. ഓരോ കാര്യങ്ങളിലെ പൂർവജന്മാറിയതായിട്ട് ഓരോരോ വാസനകൾക്ക് അനുസരിച്ചിട്ടാണ് ഉണ്ടാവുക. നമ്മളിപ്പോ നല്ല ഭക്തനായി ഇരിക്കണം എന്ന് വിചാരിച്ചാലും നമുക്ക് ഓരോ കാരണങ്ങൾ വരാം, ഓരോരോ തടസ്സങ്ങൾ വരാം, ഭൗതികപരമായ ക്ലേശങ്ങൾ വരാം. അപ്പൊ നമ്മള് ശുദ്ധമായ ഭക്തി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഓരോ ആഗ്രഹങ്ങൾ ചോദിക്കേണ്ടി വരും, കാമപരമായ കാര്യങ്ങൾ ആവശ്യപ്പെടേണ്ടി വരും. എന്നാലും എനിക്ക് ഇങ്ങനെ ആക്കിയില്ലേ, എൻ്റെ കുട്ടിക്ക് സുഖമില്ലാതാക്കിയില്ലേ, ഇങ്ങനെ ലോകത്തിൽ ഇങ്ങനെ ആക്കിയില്ലേ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ, നല്ലൊരു ജോലി കിട്ടണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാരണങ്ങൾ വരും. അപ്പൊ അതൊരു ആവശ്യങ്ങളോടുള്ള ഭക്തിയാവും. അപ്പൊ ആവശ്യങ്ങളോട് കൂടിയുള്ള ഭക്തി പറയുമ്പോൾ യഥാർത്ഥ ഭക്തിയല്ല. അപ്പൊ ഇന്ന് ആവശ്യങ്ങൾ വേണ്ടേ എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങളും വേണം. ആവശ്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും ആവശ്യങ്ങൾ വരുമ്പോഴും നമുക്ക് ഭക്തി യഥാർത്ഥമാവില്ല. ഇപ്പൊ എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ നടന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ നടക്കാൻ ഇച്ഛിക്കുന്നതായ ആവശ്യകതയുടെ അർത്ഥം, വ്യാപ്തി, അതിന്റെ ആവശ്യകത, അതിന്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കുമ്പോൾ അങ്ങനെ ഒരു ആവശ്യം ചോദിക്കേണ്ടതായ വസ്തുത ഇല്ല എന്നുള്ള മനസ്സിലാക്കുമ്പോഴൊക്കെ യഥാർത്ഥ ഭക്തി ഉണ്ടാവും എന്ന് പറയാം. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ജ്ഞാനം കിട്ടണം. ഈശ്വര സംബന്ധമായ അറിവ്, ആത്മസംബന്ധമായ അറിവുണ്ടെങ്കിൽ യഥാർത്ഥ ഭക്തിയാണ്. പ്രഹ്ലാദൻ നരസിംഹാവതാരമെടുത്ത മഹാവിഷ്ണുവിനെ കണ്ടിട്ട് സ്വപത്നിമാരടക്കം, അദ്ദേഹത്തിന്റെ പത്നിമാരടക്കം ദൂരത്തേക്ക് മാറുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ അദ്ദേഹത്തിനെ ശാന്തനാക്കാനായിട്ട് ദേവന്മാരെല്ലാം മാറി നിന്നപ്പോ പ്രഹ്ലാദനാണ് പറഞ്ഞയച്ചത് അദ്ദേഹത്തിന് ശാന്തനാക്കാൻ. ഹിരണ്യകശിപുവിനെ കൊന്നതിന് ശേഷം ശാന്തനാക്കാനായിട്ട് പറഞ്ഞയച്ചത് പ്രഹ്ലാദനാണ്. പ്രഹ്ലാദൻ ചിരിച്ചുകൊണ്ട് പോയിട്ട് സ്തുതിക്കുമ്പോഴാണ് ഹിരണ്യകശിപു പോലും ശാന്തനാവണമെന്ന് മഹാഭാഗവത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇതൊന്നുമില്ല. പ്രഹ്ലാദന്റെ ഭക്തി കണ്ടില്ലേ, സർവം നാരായണൻ എന്നുള്ള രീതിയിലാണ്. കാണുന്നൊക്കെ നാരായണൻ, തൂണിലും നാരായണൻ, തുരുമ്പിലും നാരായണൻ, കൂട്ടുകാരൻ നാരായണൻ, അച്ഛനും നാരായണൻ, സർവവും നാരായണൻ. അപ്പൊ അങ്ങനെ എങ്ങനെ ഉണ്ടാവും പറഞ്ഞാൽ പൂർവജന്മം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഉണ്ടാവുള്ളൂ. ഭഗവാന്റെ ഒരു കരുണ, ഭഗവാന്റെ ഒരു നോട്ടം ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാവുമ്പോൾ യഥാർത്ഥ ഭക്തി നമുക്ക് ഉണ്ടാവും. അതുവരെ നമ്മൾ പ്രയത്നിച്ചാലും പ്രയത്നിച്ചില്ലെങ്കിലും കാര്യമില്ല. നമുക്ക് പൂർവജന്മാരുമായ വാസനകൾ ഉണ്ടാവും, അതിന്റെ കർമ്മ സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാവും. അതനുസരിച്ച് ഓരോന്ന് ചെയ്തു തീർക്കേണ്ടതായിട്ട് വരും. പല പല ബന്ധങ്ങൾ ഉണ്ടാവും, അതിനോടൊപ്പം തന്നെ ബന്ധനങ്ങൾ ഉണ്ടാവും. ബന്ധനങ്ങൾക്ക് അനുസൃതമായ കർമ്മ മേഖലയിൽ നമ്മൾ വിവരിക്കേണ്ടി വരും. വിവരിക്കുന്ന സമയത്ത് അത് പൂർണ്ണ വിജയം നേടാനായിട്ട് പ്രാർത്ഥിക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ശുദ്ധമായ ഭക്തി ഉണ്ടാവാനായിട്ട് എന്താ ചെയ്യേണ്ടത് എന്നൊന്നും ചോദിക്കണതിന്റെ കാര്യങ്ങളില്ല. വെള്ളത്തിന്റെ നല്ല വെള്ളം അമൃതമായിട്ട് തീരാനായിട്ട്, അമൃത പോലെ തോന്നിക്കാനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് പറയുമ്പോൾ, ഞാൻ ഒരു ദിവസം മുഴുവൻ വെള്ളം കുടിക്കാതിരിക്കുക, അല്ലെങ്കിൽ 2 ദിവസം മുഴുവൻ വെള്ളം കുടിക്കാതിരിക്കുക. വെള്ളം കുടിക്കാതിരുന്നിട്ട് മരിക്കും എന്നുള്ള സ്ഥിതി വരുമ്പോൾ ഞാൻ ഒരു തുള്ളി വെള്ളം കുടിച്ചാൽ അതെനിക്ക് അമൃതമാണ്. അപ്പോഴാണ് ജലം ഒരു അമൃതമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നമുക്കത് അമൃതമാണ്. നമ്മൾ അതിനു വേണ്ടിയിട്ട് പര്യാപ്ത സാഹസപ്പെട്ടിരിക്കണം എന്നില്ല. അതുകൊണ്ട് സാഹചര്യം വരുമ്പോൾ കിട്ടുന്ന എന്തോ അത് അമൃതമായിരിക്കും. അതുപോലെ നമുക്ക് ആവശ്യങ്ങളെല്ലാം തീർന്നു, ആവശ്യങ്ങളൊക്കെ തീർന്നു, സ്വസ്ഥമായി.
നമുക്ക് ഉള്ളത് കൊണ്ട് മതി. ഇനി ഈ ജീവിതം ഈശ്വരനെ മാത്രം മതി, വേറെ ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല. അങ്ങനെ ശുദ്ധമായ ഈശ്വര വിചാരത്തോടു കൂടി ഇരിക്കാനാണ് എനിക്ക് ആഗ്രഹം. ബാക്കിയുള്ള എല്ലാം എൻ്റെ പൂർവ്വജന്മാർജിതമായ കർമ്മ ക്ഷയത്താൽ പുണ്യമാണെങ്കിൽ പുണ്യമായിട്ട് ഭവിച്ചോളും, പാപമാണ് ഞാൻ ചെയ്തതെങ്കിൽ പാപമായ ഭവിച്ചോളും. എന്ത് വന്നാലും പോയാലും എനിക്ക് പ്രശ്നമില്ല. ഭഗവാനിൽ ഞാൻ ശരണം പ്രാപിച്ചിരിക്കണോ, ഭഗവാൻ തരണത് മതി എനിക്ക് എന്നുള്ള ചിന്തയോടുകൂടി ആർക്കിരിക്കാൻ പറ്റണോ അവൻ യഥാർത്ഥ ഭക്തനാണ്. കുചലന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭഗവാന്റെ അടുത്തേക്ക് ഭാര്യ പറഞ്ഞു വിടണമെങ്കിൽ കൂടി ഭഗവാന്റെ അടുത്തെത്തിയപ്പോ എല്ലാം മറന്നുപോയി, ആവശ്യങ്ങളൊക്കെ മറന്നുപോയി. തിരിച്ച് ഭഗവാനിൽ നിന്ന് വിട്ടകന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ഞാൻ വന്ന കാര്യം മറന്നുപോയല്ലോ, ചോദിക്കാൻ വേണ്ടി വന്ന കാര്യം തന്നെ മറന്നുപോയല്ലോ എന്നുള്ളത്. സ്വഗൃഹത്തിലെത്തിയപ്പോ ആ നാടും നഗരവും എല്ലാം മാറിയതായിട്ടാണ് കുചേലൻ കിട്ടുന്നത്. വെറുതെ ഭക്തി വരുമ്പോ അവിടെ ആവശ്യകത ഒന്നും ഉണ്ടാവില്ല. ആവശ്യത ഇല്ലാതാക്കണമെങ്കിൽ എന്താ ചെയ്യണം? ഭഗവാന്റെ സമീപം ഉണ്ടാവണം, ഭഗവാന്റേതായ അറിവുണ്ടാവണം, ആ സാരൂപ്യത്തിൽ ആനന്ദിക്കാൻ കഴിയണം. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് യഥാർത്ഥമായ ഭക്തിയാണ്. എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും യഥാർത്ഥ ഭക്തി എന്നുള്ളത്? കാരണം എങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത് പറയാൻ പറ്റില്ല. ആദ്യം പറഞ്ഞ പോലെ ജലം അമൃതാണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക എന്ന് വെച്ചാൽ വെള്ളം കുടിക്കാതിരുന്നാൽ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റും നമുക്ക്? ഓരോ സമയത്ത് വെള്ളം കുടിക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ വന്നാലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വെള്ളം അമൃതാണെന്നുള്ളത്. വെള്ളത്തിന്റെ അടുത്ത് നമ്മൾ ഇരുന്നിട്ട് വെള്ളം കുടിക്കാതിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല, നമ്മൾ കുടിക്കും. മരുഭൂമിയിൽ ഒരുപാട് ദൂരം നടന്നുകൊണ്ടിരിക്കുന്ന അയാൾക്ക് വെള്ളം സമീപത്തില്ല, അപ്പൊ വെള്ളം കുടിക്കാൻ കിട്ടണമില്ല. ഒരുപാട് ദൂരം നടന്ന് വെള്ളത്തിന്റെ വില അറിഞ്ഞ് അവസാനം വെള്ളം കുടിക്കുമ്പോൾ അയാൾക്കത് രമാതാക്കി. അപ്പൊ അങ്ങനത്തെ സാഹചര്യം വരുമ്പോഴാണ് വെള്ളത്തിന്റെ വില നമുക്ക് അറിയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ യഥാർത്ഥ ഭക്തി നമുക്ക് അറിയുന്നത് ഈശ്വരനോട് അടുക്കുമ്പോൾ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ അനുകൂലമാകുമ്പോഴാണ്. അനുകൂലമാവണത് എങ്ങനെയാ? അനുകൂലമാവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, നല്ല നല്ല ഈശ്വര വിചാരം ചെയ്യുക, നല്ല സദ്ഗ്രന്ഥങ്ങൾ ചെയ്യുക, സത്തുക്കളായ ജനങ്ങളെ കാണുക, അവരായിട്ട് സംസർഗം ചെയ്യുക, നല്ലതായ ആശ്രമ പരിസരങ്ങളും ഒക്കെ സന്ദർശിക്കുക. അങ്ങനെയുള്ള ഈശ്വര വിചാരപരമായിട്ട് മാത്രം മുന്നേറുന്നതായ സഹവാസങ്ങൾ, അങ്ങനെയുള്ള സത്സംഗങ്ങൾ കൂടുതൽ നമുക്ക് ഉണ്ടാക്കുക. താർക്കിക വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറുക ഒക്കെ നമ്മൾ കൂടി വരുമ്പോൾ ഈശ്വരന് അനുരൂപമായി ഈശ്വരന് ഗുണങ്ങളോട് ചേർന്നതായ ശ്രവണങ്ങള്, കീർത്തനങ്ങള്, അനുഷ്ഠാനങ്ങള് ഇങ്ങനെ കൂടി വരുമ്പോൾ നമുക്ക് നമ്മുടേതായ കർമ്മ മേഖലയിൽ നിന്നും കർമ്മ പ്രാരാബ്ദത്തിൽ നിന്നൊക്കെ കുറേശ്ശെ നമുക്ക് വിട്ട് പറ്റും. അതിനും എന്താ പറഞ്ഞാൽ അത് നമുക്ക് ഒരാളോട് ഒരു വട്ടം പറഞ്ഞാലും അതാവണമെങ്കിലും അതിനൊരു സമയമാവണം. എല്ലാം സമയം ആകുമ്പോഴാണ് അതൊക്കെ നടക്കുകയുള്ളൂ. ഇങ്ങനെയൊക്കെ ഒരാൾ ഒരു ഇച്ഛ കൊണ്ട് പ്രയത്നം എടുത്തു, എനിക്ക് ഇനി ഈശ്വരനെ അറിയണം, അതുപരമായിട്ട് മുന്നേറാനായിട്ട് ഞാൻ ഇന്ന് പോയി പ്രയത്നിക്കാൻ പോവാണ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് അതിനുള്ള സമയമായിട്ടില്ലെങ്കിൽ ഒരു തടസ്സങ്ങൾ വരും. തടസ്സങ്ങൾ വരുമ്പോൾ അത് പ്രകാരം മുന്നേറാൻ പറ്റില്ല. അപ്പൊ വ്യസനാവും. ഇന്ന് ഞാൻ ഇന്ന് മുതൽ ചെയ്യുന്ന വിചാരിച്ചതാണല്ലോ, നടന്നില്ലല്ലോ എന്നുള്ളൊരു വ്യസനം വരും. കാത്തിരിക്കുക എല്ലാ കാര്യങ്ങളിലും. ഓരോ ദിവസവും അനുനിമിഷം നമ്മൾ ഭഗവാനോട് വ്യസനിക്കേണ്ടത് ഭഗവാനെ അങ്ങോട്ടുള്ള ശരിയായ ഭക്തി ഉണ്ടാവാൻ എന്നെ അനുഗ്രഹിക്കണേന്നാണ്. നമ്മൾ അമ്പലങ്ങളിൽ പോകുമ്പോഴൊക്കെ പ്രാർത്ഥിക്കേണ്ട അങ്ങനെ ഒരു കാര്യമാണ്, ശുദ്ധമായ ഭക്തി ഉണ്ടാവാനാണ്. ഇപ്പൊ നമ്മൾ രാമായണ മാസമാണ്. രാമായണ മാസത്തില് രാമൻ, അതുപോലെ ലക്ഷ്മണൻ, സീത, പിന്നെ കൂടെ നിൽക്കുന്ന ഒരാള് ഹനുമാനാണ്. ഹനുമാനല്ലാതെ സുഗ്രീവനോ ജാമ്പവാനോ ബാലിയോ ഒന്നും അവിടെ നിൽക്കണില്ല. സുഗ്രീവന്റെ ദൂതനായിട്ടാണ് ഹനുമാൻ പോയതെങ്കിൽ കൂടി ഹനുമാനാണ് അവിടെ പ്രാധാന്യം. രാമലക്ഷ്മണ സീത കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് ഹനുമാനെയാണ്. കാരണം ഹനുമാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല, വളരെ നിഷ്കാമമായിട്ടുള്ള പ്രവൃത്തിയിലൂടെയാണ് ചെയ്തത്. സുഗ്രീവന് ആഗ്രഹം ഉണ്ടായിരുന്നു, തന്റെ ഭാര്യയെ സാരയെ തട്ടിയെടുത്തതായ ജ്യേഷ്ഠനെ വധിക്കുക എന്നുള്ളതായിരുന്നു സുഗ്രീവന് ഉണ്ടായിരുന്നത്. ബാക്കിയുള്ളവരൊക്കെ പ്രജകളായിരുന്നു. പക്ഷെ നമ്മുടെ ഹനുമാന് യാതൊരു കാംക്ഷ ഉണ്ടായിരുന്നില്ല. രാമനെ സഹായിക്കുന്നതിൽ യാതൊരു കാംക്ഷയില്ലാത്ത ഒരാളായിരുന്നു ഹനുമാൻ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭക്തി വളരെ ഇതാണ്. ഫോട്ടോയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, നെഞ്ച് വിടർത്തി നിൽക്കുന്ന ഹനുമാനെ കണ്ടിട്ടില്ല. നെഞ്ച് വിടർത്തി നിൽക്കുമ്പോൾ എന്റെ നെഞ്ചിനകത്ത് അടക്കം ലക്ഷ്മണന്മാരാണെന്നാണ്. അല്ല ചില ഫോട്ടോകളിൽ കാണാം, ചുമലിലാണ് രാമനെയും സീതനെയൊക്കെ ഏറ്റുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? എന്റെ ചുമലില് ഞാൻ ഭാരം തൂക്കിയിരിക്കുന്നത് അവരാണ് എന്റെ പുറത്ത്, ഞാൻ അവരെ വഹിച്ചുകൊണ്ടാണ് നടക്കുന്നതെന്നാണ്. വഹിച്ചുകൊണ്ട് പറഞ്ഞ ചുമലിൽ തൂക്കിയെന്നല്ല, ഞാൻ ലൗകികപരമായ ഒന്നല്ല വഹിച്ചുകൊണ്ട് നടക്കുന്നത്,
ഈശ്വരപരമായ ആത്മചിന്തനപരമായ കാര്യങ്ങളാണ് ഞാൻ ചുമലിൽ തൂക്കിയിരിക്കണമെന്ന് കാണിക്കാനാണ് ചുമലില് എടുത്ത് നടത്തുന്നതായ ചിത്രങ്ങളൊക്കെ കാണിക്കുന്നത്. എല്ലാത്തിനും ഒരു സൂക്ഷ്മാർത്ഥങ്ങളല്ല ഓരോ കാര്യങ്ങളിലും. അപ്പോൾ അങ്ങനെ സൂക്ഷ്മാർത്ഥങ്ങൾ ചിന്തനം ചെയ്യുക, അങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അറിയാനിപ്പോ ഹനുമാനെ എങ്ങനെയാണ്, ഹനുമാൻ നേരിട്ട് വന്ന് രാമനെ സഹായിക്കാൻ നിന്നില്ല. അതിന് സഹായിയായിട്ട് സുഗ്രീവൻ ഉണ്ടായി. സുഗ്രീവന് ഒരു പ്രശ്നം വന്നപ്പോഴാണ് ഹനുമാൻ കൂടി രാമന്റെ ബന്ധുവായിട്ട് മാറും. അതുപോലെ രാമനാമം ജപിച്ചിരിക്കുന്ന രാമൻ തന്നെ, ഹനുമാൻ തന്നെയാണ്. സുഗ്രീവന് ഒരു പ്രശ്നം വന്നപ്പോഴാണ് സുഗ്രീവൻ മുഖേന ഹനുമാൻ രാമകാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നത്. അതുപോലെ ആരെങ്കിലും മുഖേനയായിരിക്കും, എന്തെങ്കിലും ഒരു കാര്യങ്ങളിലൂടെ ആയിരിക്കും നമുക്ക് യഥാർത്ഥ വക ഭക്തി ഉണ്ടാവാം. അതിനുവരെ കാത്തിരിക്കുക നമ്മൾ എല്ലാ കാര്യങ്ങളിലും. നമ്മളപ്പോ അതുവരെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അതിനു വേണ്ടി വ്യസനിക്കുക. എനിക്ക് യഥാർത്ഥമായ ഭക്തി ഉണ്ടാവണേ, എനിക്ക് കാമപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഭക്തി ഇല്ലാതെ യഥാർത്ഥമായ ഭക്തി ഉണ്ടാവാനായിട്ട് അനുഗ്രഹിക്കണേ, അതിനുള്ള തടസ്സങ്ങളൊക്കെ നീക്കം ചെയ്യണേ, അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനമാണ്. എനിക്ക് ഇനിയിപ്പോ ഒന്നും വേണ്ട, ഈഹപരമായ ലോകങ്ങളിലുള്ള ഒക്കെ എപ്പോഴും നശ്വരമാണ്, ഇതൊക്കെ എന്ന് വെള്ളം നശിച്ചു പോകുന്ന കാര്യങ്ങളാണ്. ആ നശിച്ചു പോകുന്ന കാര്യങ്ങളിലേക്കൊന്നും എൻ്റെ ശ്രദ്ധ പതിയരുത്. നശിക്കാത്തതായ നിന്റെ ഓർമ്മയും അമരത്വപരമായ പാദവും പ്രാപിക്കാനായിട്ടാണ് എനിക്കിഷ്ടം. അങ്ങനെയുള്ള സന്ദർഭത്തിലേക്ക് വേണ്ടി എൻ്റെ ശ്രദ്ധയെ ആകർഷിക്കണേ. കുചേലനെ പോലെ, പ്രഹ്ലാദനെ പോലെ, ആഞ്ജനേയരെ പോലെ അങ്ങനെയുള്ള നല്ല ശുദ്ധമായ ഭക്തി എന്നിലേക്ക് നൽകണേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരുപാട് പ്രാർത്ഥന വരുമ്പോൾ നമ്മുടെ പൂർവജന്മത്തിൽ ചെയ്തതായ ഓരോരോ കർമ്മങ്ങളുടെ ക്ഷയം കുറയും, പൂർവജന്മാരുടെ കർമ്മങ്ങൾ തീരുകയും ചെയ്യും. നമുക്ക് ഈ ജന്മത്തില് നല്ലതായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നല്ലതായ ഫലങ്ങൾ പെട്ടെന്ന് ഉദയം ചെയ്യുകയും ചെയ്യും ഓരോ കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ ഉദയം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥമായ ഭക്തി തനിയെ ഉണ്ടാവും. വളർത്തിയെടുക്കാനില്ല, പൂർവജന്മത്തിന്റെ എല്ലാം തീരുമ്പോൾ യഥാർത്ഥമായ ഭക്തി തനിയെ ഉണ്ടാവുക ചെയ്യണത്. അതൊന്നും ചെയ്യാനില്ല, തനി ഉണ്ടാവാണ് ആ സമയത്ത് ചെയ്യാൻ. ഹരി ഓം. ഹരി ഓം. യഥാർത്ഥ ഭക്തി എങ്ങനെയാ വളർത്തിയെടുക്കാറുണ്ട്?